മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ബൽഖാ സാമ്രാജ്യം വിട്ടൊഴിഞ്ഞു പോരുമ്പോൾ അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു. വല്യപ്പാൻ്റെ പേരിനെട്ടിന്ന് അദ്ഹം എന്നായിരുന്നു പേര്. ഇബ്രാഹിം ഇബ്നു അദ്ഹം, അദ്ഹമിൻ്റെ മകൻ ഇബ്രാഹിം. ആ ഇബ്രാഹിമാണിപ്പോൾ കൊട്ടാരം വിട്ടിറങ്ങിയ സുൽത്താൻ. ഏതായാലും വല്യപ്പാൻ്റെ പേരിട്ടിരുന്ന ഒരു മകനുണ്ടായിരുന്നു അദ്ഹം. കുട്ടി വളർന്നു വലുതായി. വാപ്പങ്ങനെ സുഹൃദിലായതാണ്, സുഹൃദിൽ പ്രവേശിച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വാപ്പാനെയും തിരഞ്ഞ് പുറപ്പെട്ടു ഒരു ദിവസം മക്കത്ത് ഹജ്ജ് നടക്കുന്ന സമയത്ത് അവിടുന്ന് പിടികൂടാന്നുള്ള നിലക്ക് വന്നു എന്ന് മാത്രമല്ല, അങ്ങനെ പിടികൂടുക തന്നെ ചെയ്തു. പിടികൂടിയെന്ന് മാത്രമല്ല, മക്കയിൽ തമ്പടിച്ചവിടെ ടെൻ്റടിച്ചവിടെ കൂടി. അങ്ങനെ ഇബ്രാഹിം അദ്ഹം തങ്ങളെ ആരോ കാണിച്ചു കൊടുത്തു. അതാണ് ഇബ്രാഹിം അദ്ഹം തങ്ങൾ. അങ്ങനെ വാപ്പാൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പല സങ്കടങ്ങളും പറഞ്ഞ രംഗം കവി വിവരിക്കുന്നുണ്ട്. തരുണം പീതാവോരെ ഉങ്ങളൊഴികയെ താനെത്തിലാരും എനിക്കില്ലല്ലോ, ഭരണത്താലേറ്റം നിഅമത്തുണ്ടെന്നാലും ഭവായെനിക്ക് സുഖമില്ലല്ലോ. അപ്പോൾ ആ ഭരണമൊക്കെ ഉസാറാണ്, പക്ഷേ നിങ്ങളില്ലാത്ത ആ ഭരണം എനിക്കൊരു റാഹത്ത് കിട്ടണില്ല വാപ്പാ. അതുകൊണ്ട് വാപ്പാ തിരിച്ചു വരണം. തിരുണമിന്നാളോളം പോറ്റി വളർത്തിയ നേശപ്പം മാതാ മൂഷിപ്പായല്ലോ, മണ്ണിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മന്നവനാണ്, വിരോധം ഇല്ലേ. അങ്ങനെ വാപ്പാനെ കെട്ടിപ്പിടിച്ചിട്ട് പിടുത്തം വിടാതെ മകൻ പല സങ്കടങ്ങളും എണ്ണിപ്പറയണം. വാപ്പ വരണം, ബൽഖായിലേക്ക് തിരിച്ചു വരണം. മാതാവ് അവിടെ മുസ്ലിപ്പോടെ കഴിയുന്നു. അങ്ങനെ ഞങ്ങൾ വല്ല ആഡംബരങ്ങൾ ജീവിതമാണെങ്കിലും വാപ്പല്ലാത്ത പരിപാടി നമുക്ക് നടക്കൂല. അതുകൊണ്ട് വാപ്പ തിരിച്ചു വരണം. ഏതായാലും ഇങ്ങനെ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ കെട്ടിപ്പിടിച്ച് പിടുത്തം വിടാതെ മകൻ പല കാര്യങ്ങളും പറഞ്ഞ് വ്യസനങ്ങളും പറഞ്ഞ് പൊട്ടിക്കരയുന്ന സമയം വാപ്പ മകനോടൊരു ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു ആ ചോദ്യമെന്ന് കവി തന്നെ പറയട്ടെ. മോനെ നീയാരുടെ ദീനിലാം നീ പണ്ടും മുത്തുനബിൻ്റെ മദത്തിലാമേ, ജ്ഞാനമാം ഇൽമത് നിന്ന് പാടി തോന്നി നാദരില്ല പൽന അമ്മണ്ടൂത്താറും. അപ്പോൾ വാപ്പ മകനോട് ചോദിച്ചു, മോനെ നീ ആരുടെ ദീനിലാണ്, നീ ഹിദായത്തിൻ്റെ മാർഗത്തിലാണോ എന്ന് മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ ചോദിച്ചപ്പോൾ മുത്തുനബിൻ്റെ മതത്തിലാണ് വാപ്പാ ഞാനുള്ളത്. ഇൽമ പഠിച്ചോ എന്ന് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഇൽമും പഠിച്ചിരിക്കുന്നു വാപ്പാ. ഈ സമയം മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറഞ്ഞു, ഉത്തേസു ആൽരണ്ടിനുത്തിരം കേട്ടുടൻ ഓദിവാലിയാറൽ ഹംദുലില്ലാഹ്, ബത്തപ്പെട്ടെങ്കെ എളുന്ത് പീരിവാനായി വേണ്ടിയോരുങ്ങും സമയം തന്നിൽ ചുറ്റിപ്പീടിച്ചേറെ പൊട്ടിക്കാരഞ്ഞവർ ചൊല്ലിടും നെൻ്റെ ഭൂവാണോരേ. മകൻ്റെ രണ്ട് ചോദ്യങ്ങൾക്കും മകൻ്റെ മറുപടി കേട്ടപ്പോൾ മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ വളരെ സന്തോഷിച്ചു. അൽഹംദുലില്ലാഹ്, ആ രണ്ട് ഉത്തരം മാത്രം മഹാനവർക്ക് കേട്ടാൽ മതി. നീ ഹിദായത്തിൻ്റെ മാർഗത്തിലാണോ, നീ ഇൽമ പഠിച്ചോ. രണ്ടും മകന് ശരിയായ ഉത്തരം പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട് ധൃതിയിൽ അതാ തൻ്റെ മകനെ വേർപ്പെടുത്തിക്കൊണ്ട് മകനെ കെട്ടിപ്പിടിച്ച കൈ അങ്ങ് വേർപ്പെടുത്തി വേഗം പിരിയാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ മകൻ വീണ്ടും അതാ ശക്തമായ രീതിയിൽ ചുറ്റിവളഞ്ഞ് വാപ്പായെ പിടിവിടാതെ നിൽക്കുന്ന സമയം എന്ത് സംഭവിക്കുന്നു എന്ന് കവി പറയട്ടെ.
അബുവാണോരപ്പൽ ജവാബ് മകനിലേളൈ അരിമക്കാനിയേ നാം കാണും തീയാമം നാളെ സബിചോദീത്താഹീറം തന്നിൽ എല്ലാരും കൂടും അരിമക്കാനിയേ നാം കാണും കീയാമം നാളെ. അവിടുന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയുകയാണ്, മോനെ, ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അല്ലാഹ് എന്നുള്ളൊരു ചിന്തയല്ലാതെ ഈ ഇബ്രാഹിമിൻ്റെ മനസ്സിലില്ല. ഇനി മറ്റ് ദുന്യവിയായ ചിന്തകൾ വന്നു പോയാൽ അത് ഈ ഇബ്രാഹിമിന് പ്രശ്നമാണ് മോനെ. അതുകൊണ്ട് നമുക്കിവിടെ വെച്ച് വിട്ടുപിരിയാം. ഈ നാളെ ആഖിറത്തിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഖിയാമത്ത് നാളിൽ കാണാം മകനെ എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ മോനോട് പറഞ്ഞപ്പോൾ മോൻ ചോദിക്കുകയാണ്, ആഖിറം അത് പല സ്ഥലങ്ങളുണ്ടല്ലോ, എവിടെ വെച്ചാണ് കാണുക എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയുകയാണ്, എവരും അടുക്കും സിറാത്തുങ്ങൽ വന്ന് ചോട് ഇല്ലെങ്കിൽ മീസാന തട്ടുങ്ങൽ ചെന്ന് നാട്. അപ്പോൾ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറഞ്ഞു, മോനെ, സിറാത്ത് പാലത്തിൻ്റെ അവിടെ വെച്ച് കാണാം. ആ സമയം ഇനി അവിടെ നിന്നും കണ്ടില്ലെങ്കിൽ മീസാൻ നന്മതിന്മകൾ തൂക്കുന്ന ആ സ്ഥലത്ത് ഈ പാവപ്പെട്ട ഇബ്രാഹിം ഉണ്ടാകും, അവിടെ വെച്ച് കാണാം മോനെ. എന്നിട്ട് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ വീണ്ടും പറയുകയാണ്, സവിതരോടപ്പൽ മകനോദീ തൂക്കും 2 തട്ടുമായി 500 കൊല്ലം ദൂരമുണ്ട്. ഉണ്ടാമാതിൽ ഏത് കൊള്ളേവാരുന്നു ഞാനെ ഉറ്റ് നീതിൽമെൻ്റെ തട്ടോടാടുത്തോ മോനെ. ആ സമയം ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളോട് മോൻ ചോദിച്ചു, വാപ്പാ, നന്മതിന്മകൾ തൂക്കുന്ന തുലാസിൻ്റെ ഇടയിൽ 500 വർഷത്തെ ദൂരമുണ്ടല്ലോ, അപ്പോൾ നന്മയുടെ തട്ടിൻ്റെ അടുക്കലാണോ ഞാൻ വരേണ്ടത്, അതോ തിന്മ തൂക്കുന്ന തുലാസിൻ്റെ ഭാഗത്തേക്കാണോ ഞാൻ വരേണ്ടത്? ആ സമയം മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയുകയാണ്, ഒറ്റേ നീതിൽമെൻ്റെ തട്ടോടാടുത്തോ മോനെ. ഇത്രക്കും ഉന്നതിയിലെത്തിയ മഹാൻ പറയുന്ന വാക്കെന്താണ്? നീ തിൽമൻ്റെ തട്ട്, തിന്മയുടെ തട്ടിൻ്റെ അവിടെ വന്നു മോനെ എന്നാണ് പറയുന്നത്. കണ്ടില്ല എങ്കിൽ മഹ്ശറാവൻ സഭയിൽ കാണും മാലിക്കുൽ ജബ്ബാറിൻ്റെ മുന്നിടയിൽ. ഇനി അവിടെയും കണ്ടിട്ടില്ലെങ്കിൽ മഹ്ശറാവൻ സഭയിൽ ജനകോടികളെ ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറാവൻ സഭയിൽ ഒരു ചാൺ മീതെ തലയിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ ഒരു ചാൺ മുകളിൽ നിൽക്കുന്ന ആ മഹ്ശറാവൻ സഭയിൽ അവിടെ ഈ പാവപ്പെട്ട ഇബ്രാഹിമിനെ അന്വേഷിച്ച് വന്നാൽ അവിടുന്ന് കാണാം മോനെ. ഇപ്പോൾ നമുക്കിവിടെ വെച്ച് വിട്ടുപിരിയാം. ആ സമയം മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളോട് മോൻ ചോദിക്കുകയാണ്, എണ്ടും മോദിനീബിൻ മുഅ്മിനീൻ 2 സഫ് ഏത് താലത്താകും നിപ്പ്. അവിടെയും മഹ്ശറാവൻ സഭയിൽ 2 വിഭാഗമുണ്ടല്ലോ, ദോഷികളും അതുപോലെ തന്നെ നല്ല ജനങ്ങളും ഒരുമിക്കുന്ന ഏത് ഭാഗത്തേക്കാണ് ഈ മോൻ വരേണ്ടത്? വാപ്പാൻ്റെ പുന്നാര മോൻ എവിടെയാണ് വാപ്പയെ അന്വേഷിക്കേണ്ടത്? ആ സമയം മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയുകയാണ്, കണ്ടോർ വലിയുള്ള സന്തതി തൻ്റെ വാക്ക കേട്ടുരൈദോഷികൾ കൂട്ടത്തിൽ ചെന്ന് നോക്കാൻ. ആ സമയം ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ മോനോട് പറഞ്ഞു, മോനെ, അവിടെ ദോഷികളുടെ കൂട്ടത്തിൽ വന്ന് ഈ പാവപ്പെട്ട ഇബ്രാഹിമിനെ അന്വേഷിക്കണം. ഇനി അവിടുന്നും കണ്ടില്ലെങ്കിൽ നോക്കി നീ കാണാത്ത
പക്ഷം നരക വീട് നോട്ടക്കാരൻ മാലിക്കെന്ന മാലക്കിനോട് പാകിയം കെട്ടേ സഖീബ്രാഹിം എന്നെ പാവി ഇതിൽ ഉണ്ടോ എന്ന് ചോദിക്ക് പൊന്നേ. അവിടെയും കണ്ടില്ല എങ്കിൽ നരകത്തിൻ്റെ കാവൽക്കാരനായ മഹാനായ മാലിക് അലൈഹി ഇസ്ലാമിൻ്റെ സമീപം വന്ന് ഈ നരകത്തിൽ പാവപ്പെട്ട ഇബ്രാഹിം ഉണ്ടോ എന്ന് അന്വേഷിക്കുമോനെ. അവിടുന്നും നിനക്ക് എന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ജോഗിയാ വീട്ടിൽ ഇല്ലെന്ന് കണ്ടാലറിഞ്ഞോ സ്വർഗപ്പൂങ്കാവത് കൊള്ളെ പോയി തിരഞ്ഞോ ഹാക്കിമോൻ വേണ്ടുക വെത്തതാലത്ത് കാണും കാര്യം ബിണ്ടതി സ്വൈഹത്താൽ കേണ് താനും. അങ്ങനെ മഹാനായ ഇബ്രാഹിം തങ്ങൾ പറഞ്ഞു, ഓ നരകത്തിലും ഈ പാവിയായ ഇബ്രാഹിം ഇല്ലെങ്കിൽ സ്വർഗപ്പൂങ്കാവനമാകുന്ന സ്വർഗത്തിൻ്റെ കാവൽക്കാരനാകുന്ന മലക്ക് റിദ്വാൻ അലൈഹിസ്സലാം ആ മലക്കിൻ്റെ സമീപം വന്നുകൊണ്ട് നീ ചോദിക്കണം, പാവപ്പെട്ട ഇബ്രാഹിം സ്വർഗത്തിലുണ്ടോ? അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അവിടെയുണ്ടെങ്കിൽ കാണാം മകനെ, ഇവിടുന്ന് നമുക്കിപ്പോൾ വിട്ടുപിരിയാം. എനിക്ക് ദുന്യവിയായ ചിന്ത ഇനി എൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ പാടില്ല. ഇനി ഞാൻ ബൽഹായിലേക്ക് ഇല്ല മോനെ. ആണേ മാഹബത്തൻ എന്നിൽ ദൈവായിട്ടേ ആകുന്നോ മറ്റുള്ളൊരു മേലെ പീരിശപ്പെട്ട്. മകൻ കെട്ടിപ്പിടുത്തുന്ന വിടണില്ല, വാപ്പ പോരാതെ മകൻ ബൽഹായിലേക്ക് തിരിച്ചു പോകില്ല എന്നാണ് മകൻ പറയുന്നത്. കണ്ടപ്പോൾ ഒരൊറ്റ ദുആയാണ് മഹാനായ ഇബ്രാഹിം തങ്ങൾ എന്താണ് ദുആ ചെയ്തത്? മണ്ണില്ലേ നീ മാറ്റ് ചിന്താവരും നീടക്ക് മകനെയോ എന്നെയോ നിന്നെ കൊള്ള പീഡിക്ക്. ഒരൊറ്റ ദുആ. എന്താ തീർന്നത്? ഇനി ദുനിയാവിൽ അള്ളാഹ് എന്നുള്ള ചിന്ത അല്ലാതെ എൻ്റെ മനസ്സിലില്ല. ഇനി മറ്റൊരു ശ്രദ്ധയിലേക്ക് എൻ്റെ മനസ്സ് നീ കൊണ്ടുപോകരുത് റബ്ബേ. ഒന്നുകിൽ മകനെ അല്ലെങ്കിൽ എന്നെ ഇവിടുന്ന് ഇപ്പം പിരിപ്പിടിച്ചണം എന്ന് പറഞ്ഞു. അപ്പം മകൻ എന്നുള്ള വാക്ക് ആദ്യം മഹാനായ ഇബ്രാഹിം തങ്ങളുടെ വായിൽ നിന്നും വന്നതുകൊണ്ട് മുത്തായ പുത്തീരൻ വീണ് മാരിച്ചം നേരം. അങ്ങനെ മഹാനായ ഇബ്രാഹിം തങ്ങളുടെ പൊന്നോപന പുത്രൻ അദ്ദേഹം അവിടുന്ന് വിട പറയുകയാണ്. ഇനി എന്ത് സംഭവിക്കുന്നു എന്നറിയണ്ടേ? അടുത്ത എപ്പിസോഡിൽ.